യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കലാകവലയിലെ എല്ലാ നല്ല നാട്ടുകാർക്ക് ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ കോട്ടയത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി കർത്താവിനെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ഏറ്റവും അവസാനത്തെ സ്ഥലമായി ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് മൂലയിടം ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയോട് ചേർന്ന് ആയിരിക്കാൻ ദൈവം ഇടയാക്കുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന 210 രാജ്യങ്ങളിൽ സഭകളുള്ള ഒരു വലിയ മഹാപ്രസ്ഥാനമാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം. പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്നതും ഏറ്റവും വലിയ സഭയുമാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ. അതിലെ കോട്ടയം സെക്ഷനിലുള്ള 18 സഭകളിൽ ഒരു സഭയാണ് ഇവിടെ തൊട്ടടുത്തുള്ള ബോണിപ്പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസൻ അവിടെ ശുശ്രൂഷ ചെയ്തു വരികയാണ്. ഇന്ന് നാം നോക്കിയാൽ നമ്മുടെ രാജ്യം 79 വർഷങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ച് പിന്നിട്ടിട്ട് അതിന്റെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 79 വർഷം ഈ രാജ്യത്തിന് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ ആർക്കും അടിമകളല്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. എന്തുകൊണ്ടാണെന്ന് പറയാൻ കഴിയുന്നത്, നമ്മെ ഭരിച്ചിരുന്ന മറ്റ് രാഷ്ട്രങ്ങൾ, മറ്റ് ശക്തികളിൽ നിന്നൊക്കെ നമ്മൾ വിമുക്തരായി സ്വാതന്ത്ര്യത്തോടെ സ്വയം ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തെ എടുത്തു നോക്കിയാലും അതിനോടുള്ള ബന്ധത്തിലും പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്താണ് ആ വാക്യം നമ്മയോട് വിളിച്ചു പറയുന്നത്? സ്വാതന്ത്ര്യം ലഭിച്ചു, ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം ലഭിച്ചു, എന്നാൽ വീണ്ടും അടിമനുഖത്തിൽ കീഴ്പ്പെട്ടു പോകരുത്. നമ്മുടെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കിയാൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ളത് സത്യമാണ്. മറ്റൊരു രാഷ്ട്രം നമ്മെ ഭരിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മുടെ രാജ്യത്ത് ജനിക്കുന്നവർ, നമ്മുടെ രാജ്യത്ത് വളരുന്നവർ ഒക്കെ ഭരണം കൈയാളുന്ന നാളുകളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ പലതുകൊണ്ടും സ്വാതന്ത്ര്യം യഥാർത്ഥ അളവിൽ പ്രാപിപ്പാൻ കഴിയാതെ മനുഷ്യൻ, നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ കടന്നു പോകുന്നു എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ലഹരിക്ക്, മയക്കുമരുന്നിന്, മദ്യത്തിന് ഒക്കെ അടിമയായി നമ്മുടെ കൊച്ചു കേരളം മാറിയിരിക്കുന്നു. തൂഫാൻ നിമിത്തമായി കണ്ടുപിടിക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മൾ വാർത്തകളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതിനും അടിമപ്പെട്ട് നാം നിലനിൽക്കുകയാണ്. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം നാം പ്രാപിക്കണമെന്ന് നമ്മുടെ രാജ്യത്തുള്ളവർ ആഗ്രഹിക്കുന്നു, ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പലയിടങ്ങളിലായി പോകുന്നത്? ഞങ്ങൾക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാണോ? നല്ല മാന്യമായ ജോലിയും വിദ്യാഭ്യാസവും ഉള്ള അനേകരാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുവാനായിട്ട് ഇടയാകുന്നത്. ബോണിപ്പാസ്റ്ററിനും സൗകര്യാർത്ഥം തന്റെ ജീവിതം വിദേശ രാജ്യത്ത് കഴിക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ അതൊക്കെ വിട്ടിട്ട് ഈ നാട്ടിൽ വന്ന് തന്റെ സ്വദേശത്ത് ഇപ്രകാരം ഒരു കാര്യം ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്ന് ഇവിടെ ഒരു സഭയുടെ ശുശ്രൂഷകനായി നിൽക്കുവാൻ, ഒരു പാസ്റ്ററായി, ഉപദേശിയായി ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന ഈ കറുത്ത പുസ്തകം മാന്യതയുടെ കൈകളിൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അനുഭവിക്കുന്ന ആ ക്രിസ്തീയ സ്വാതന്ത്ര്യം, ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീക സ്വാതന്ത്ര്യം, യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ സ്വാതന്ത്ര്യം നിങ്ങൾക്കും അങ്ങൾക്ക് പങ്കുവെക്കണം, അത് നിങ്ങളും അറിയണം, നിങ്ങളും അനുഭവിക്കണം എന്ന ഏക ചിന്തയോടെയാണ് ഞങ്ങളും അത് ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. വേദപുസ്തകത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു: ദൈവം നമുക്ക് നിത്യത നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിനപ്പുറത്തേക്ക് ഇത് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു നിത്യജീവനുണ്ട്. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന എന്തെങ്കിലും ഒരു സന്തോഷത്തിന്റെ കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. അത് താൽക്കാലികമാണ്, ഈ ജീവിതം കൊണ്ട് അവസാനിച്ചു തീരും. പക്ഷേ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നിത്യജീവനിലേക്കാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ നിത്യത വെച്ചിരിക്കുന്നു. എന്താണ് നിത്യത? എന്താണ് നിത്യജീവൻ? ആരംഭവും അവസാനവും ഇല്ലാത്ത ഒരു ജീവിതത്തിനെയാണ് നാം നിത്യത എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മുടെ ചുറ്റുപാട് കാണുന്ന എല്ലാത്തിനും ഒരാരംഭമുണ്ട്. ഇവിടെ അടുത്ത് കാണുന്ന ഈ വീടുകൾ, ബിൽഡിങ്ങുകൾ, കട, ഇവിടെ ഉയർത്തിയിരിക്കുന്ന പോസ്റ്റുകൾ, അതിന്റെ മുകളിലുള്ള ലൈറ്റ്, ഇവിടെ വലിച്ചിരിക്കുന്ന കറണ്ട് കമ്പികൾ, ഇതെല്ലാത്തിനും ഒരു ആരംഭമുണ്ട്. ഈ ഭൂമി ഉണ്ടായപ്പോൾ മുതൽ ഇവിടെ ഉള്ളതല്ല.
ഇത് ഓരോന്നും സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് നമുക്ക് നന്നായി അറിയാം. അങ്ങനെ നമ്മുടെ ചുറ്റുപാട് കാണുന്ന എല്ലാത്തിനും ഒരാരംഭമുണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ കുസൃതിച്ചോദ്യമായിട്ട് നമ്മൾ ചോദിച്ചേക്കാം, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴിയാണെന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. കാരണം മുട്ടയിൽ നിന്നാണ് കോഴി ഉണ്ടാകുന്നത്. മുട്ടയാണെന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. കാരണം കോഴിയിൽ നിന്നാണ് മുട്ട വരുന്നത്. ഇത് ഏത് എന്ന് ചോദിച്ചാൽ, മുട്ടയെന്ന് ഉത്തരം പറഞ്ഞാൽ അത് എവിടെ നിന്നുണ്ടായി, അതിന്റെ ഉണ്ടായ മുട്ട എന്തിയെ അല്ലെങ്കിൽ കോഴി എന്തിയെ എന്നിങ്ങനെ പറഞ്ഞു പോവുകയല്ലാതെ ഒരു അന്തം കണ്ടെത്തുവാൻ ഇന്നും ശാസ്ത്രലോകം പോലും നെട്ടം തിരിയുകയാണ്. എന്നാൽ വേദപുസ്തകം വിശ്വസിക്കുന്നവർ ദൈവപൈതലിനെ ധൈര്യമായിട്ട് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സകലത്തിനും ഒരു സൃഷ്ടിതാവുണ്ട്. ലോകത്തിൽ സകലത്തിനും ഒരു ആരംഭം ഉണ്ടെങ്കിൽ ആ ആരംഭത്തിന് കാരണഭൂതനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ഈ പ്രസംഗിക്കുന്ന ഞാൻ ചില വർഷങ്ങൾക്കപ്പുറം എന്തിന് ഈ പ്രസംഗം പൂർത്തീകരിച്ചു പോകാമെന്ന് എനിക്ക് ഉറപ്പില്ല. മരണം മാറി വിളിക്കുമ്പോൾ പോയേ മതിയാകുള്ളൂ. നമുക്കെല്ലാം ഒരു അന്ത്യമുണ്ട്. എത്ര മനോഹരമായി കെട്ടിപ്പൊക്കിയാലും എത്ര മണിമാളികൾ പണിതുകൂട്ടിയാലും ഇതിനെല്ലാം ഒരു അന്തമുണ്ട്, ഒരു കാലമുണ്ട്, ഗ്യാരണ്ടി പീരീഡ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് നീളുന്നത് വിരളമാണ്. അതെല്ലാം തകിടം മറിഞ്ഞ് താഴെ പോകുന്ന അല്ലെങ്കിൽ നാം പൊളിച്ചു കളയുന്ന വാസയോഗ്യമല്ലെന്ന് പറയുന്ന ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. സ്കൂളിൽ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ, ഫിസിക്സ് പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇൻഫിനിറ്റി, നിത്യത, നീണ്ടുപോകുന്ന ഒന്ന്. അത് നമുക്ക് അളക്കാൻ കഴിയാത്തതൊന്നാണ്. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് അല്പനേരം ഒന്ന് ചിന്തിച്ചാൽ എത്ര പൂജ്യം ഉണ്ടെന്നൊക്കെ നമുക്ക് എണ്ണിപ്പറയാം. അതിനപ്പുറത്തേക്ക് കണക്കൂട്ടിയാൽ ഒരിക്കൽ നമുക്കറിയാം 2G സ്പെക്ട്രത്തിന്റെ വിവാദമൊക്കെ കൊടുത്തു നിന്ന കാലയളവിൽ കോടതി പോലും ചോദിച്ചു, ഈ 1.7 lakh crore 1.7 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ എത്ര പൂജ്യം ഇടാൻ പറ്റും? കോടതി പോലും ഒന്ന് അറച്ചുപോയ ഒരു നിമിഷമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതും പരിമിതമാണ്. അതിനും നമുക്ക് കണക്ക് കൂട്ടി ഇത്ര പൂജ്യമുണ്ടെന്ന് 1.70000 എന്ന് പറഞ്ഞിട്ട് അതിന്റെ കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. എല്ലാത്തിനും പരിമിതികളുണ്ട്. പക്ഷേ പരിമിതിയില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമാണുള്ളത്. സകല ലോകത്തെയും സൃഷ്ടിച്ചവനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഒരു പരിമിതിയുമില്ല. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു. അവൻ ആരംഭമില്ല, അവൻ അവസാനമില്ല, അവൻ നിത്യനായി വാഴുന്ന ദൈവമാണ്. അത് കണ്ടിട്ടാണ് മോശ എഴുതി വെക്കുവാൻ ഇടയായി തീർന്നത്. 90-ാം സങ്കീർത്തനത്തിൽ, ദൈവമേ, യഹോവയായ ദൈവമേ, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. എന്നിട്ട് നിർത്തിയില്ല, പർവ്വതങ്ങൾ ഉണ്ടായിരുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇവിടെ ഈ പ്രദേശത്ത് വന്ന് താമസിക്കുന്നവര് അല്ല, ഇവിടെ വർഷങ്ങളായി ഇവിടെ തന്നെ ആയിരിക്കുന്നവർക്കും പുറകോട്ടിറങ്ങി പറഞ്ഞാൽ അവരൊക്കെ വരുന്നതിന് മുമ്പ് ഇന്നിടം കാടായിരുന്നു, ഇവിടം മലയായിരുന്നു, ഇപ്പുറത്തൊക്കെ ഇന്നപാല കുളമായിരുന്നു എന്നൊക്കെ പറയാൻ ചിലപ്പോൾ ദേശങ്ങളുടെ പ്രകൃതി അനുസരിച്ച് ഭാവങ്ങൾ മാറി നമുക്ക് പറയാൻ കഴിയുമായിരിക്കും. പക്ഷേ അതിനും പുറകോട്ട് ചിന്തിച്ചാൽ എത്താത്ത ഒരു സമയമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഇപ്രകാരം പറയട്ടെ, വെട്ടം നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നേരത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ സൂര്യനെയും ഈ ചന്ദ്രനെയും ഈ നക്ഷത്രങ്ങളെയും ഈ ഭൂമിയെയും ഈ പർവ്വതങ്ങളെയും സകലത്തെയും സൃഷ്ടിച്ചാക്കിയ ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവന്റെ പേര് യേശു ക്രിസ്തു. അവന്റെ നാമം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുകയാണ്. എന്താണ് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ദൈവം മനുഷ്യന് നൽകിത്തന്ന ഒരു വലിയ ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ് നിത്യത എന്ന് പറയുന്നത്. മനുഷ്യനെ എത്തിപ്പിടിക്കാൻ പറ്റില്ല. നമുക്കൊക്കെ ഒരു ബർത്ത്ഡേ ഉണ്ട്, ബർത്ത്ഡേ. ഇനി അല്പം കൂടെ പുറകോട്ടൊക്കെ പറഞ്ഞാൽ എന്റെ അപ്പനും അമ്മയും ഒക്കെ എന്നെ ഉരുവാക്കുവാനായി ഉണ്ടായ ആ ഒരു ദിവസത്തിന്റെ പുറകോട്ട് എനിക്കൊരു ചരിത്രം പറയുവാനില്ല. പക്ഷേ മുമ്പോട്ട് നോക്കിയാലും അപ്രകാരമാണ്. എനിക്കൊരു മരണ ദിവസമുണ്ട്.
പക്ഷെ ദൈവം നിത്യനാണ്. എന്നാൽ നിത്യനായ ദൈവം മനുഷ്യകുലത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ട് മറ്റ് എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തരായി മനുഷ്യനെ കണ്ടിട്ട് മനുഷ്യന് നൽകിയ ഒരു ദാനമാണ് ഈ നിത്യത എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ ജീവശ്വാസം മനുഷ്യനെ നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരുവനാക്കി മാറ്റി. അവനൊരു ആരംഭമുണ്ട്, പക്ഷെ ദൈവം ഷെയർ ചെയ്യുന്ന നിത്യതയുടെ ഒരു ഭാഗം. മനുഷ്യന് ആരംഭമുണ്ട്, പക്ഷെ മനുഷ്യന് അന്തമില്ല, അവസാനമില്ല. അപ്പൊ നിങ്ങൾ പറയും, പാസ്റ്ററെ എല്ലാ മനുഷ്യരും മരിക്കില്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൂവ്സ് that one out of one dies. ഒരുവനിൽ ഒരുവൻ മരിക്കുമെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തിയാ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വല്യപ്പച്ചന്മാർ, അവരുടെ മാതാപിതാക്കൾ എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കട്ടെ, എന്താണ് മരണം? ഈ മരണത്തിൽ സംഭവിക്കുന്നത് എന്ത്? എന്റെ ഈ ശരീരം ഈ ഭൂമിക്ക് മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷമാണ് മരണം എന്ന് പറയുന്നത്. ഞാൻ ആരാണ്? ഞാൻ ഈ കാണുന്ന ശരീരമല്ല. സെമിനാരികളിൽ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്, ക്യാൻ യു ടച്ച് മീ? എന്നെ ഒന്ന് തൊടാമോ? അടുത്തിരിക്കുന്ന വലിയ മിടുക്കന്മാരായ ഓടി വന്ന് എന്നെ തൊടും. ഞാൻ പറയും, നിങ്ങൾ എന്നെ തൊട്ടില്ല, എന്റെ കയ്യാലെ തൊട്ടത്. വേറെ ആൾ തൊടും. ഞാൻ പറയും, ഇല്ല, നിങ്ങൾ എന്റെ തലയിലെ തൊട്ടത്. വേറെ ആൾ തൊടും. ഞാൻ പറയും, എന്റെ ഷോൾഡറിലെ തൊട്ടത്. എന്നെ തൊടാമോ? കുറച്ചു നേരം കഴിയുമ്പോൾ അവരുടെ പരിശ്രമം നിർത്തും. അന്നേരം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഞാൻ ആര്? ഈ കാണുന്ന കൂടാരമല്ല, ഈ വസ്ത്രത്തിന്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്നല്ല, ഈ നിങ്ങൾ കാണുന്ന മുഖമല്ല ഞാൻ. ഈ കൂടാരത്തിനകത്ത് വസിക്കുന്ന വ്യക്തിത്വമാണ് ഞാൻ. ഞാൻ എന്ന് പറയുന്നത് ഒരാത്മാവാണ്. എനിക്ക് എന്റെ പുറത്ത് ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന കൂടാരമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് വസിക്കുന്ന വ്യക്തിത്വമാണ്. മരണത്തിന്റെ നിമിഷം ഈ കൂടാരത്തിൽ നിന്ന് ഞാൻ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് മാറുന്ന നിമിഷമാണ്. എനിക്ക് പറയുവാനുള്ളത്, മനുഷ്യ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, സ്നേഹിത, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം പറയട്ടെ: നിത്യത എന്ന് പറയുന്നത് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടവസ്ഥകളുണ്ടെന്ന് മറക്കല്ല്. ഒന്ന് നിത്യജീവൻ, രണ്ട് നിത്യമരണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി, പക്ഷേ അവന്റെ അവസാനം രണ്ടിലേതെങ്കിലും ഒന്നിൽ ചെന്ന് തീരും. ഒന്ന് നിത്യജീവൻ, അത് ദൈവത്തോട് കൂടെയുള്ള വാസം. രണ്ട് നിത്യമരണം, ദൈവത്തിൽ അകന്ന ഒരു ജീവിതമായി അത് മാറുവാനായിട്ട് ഇടയായി തീരും. ഇന്ന് പലരും ഇതിൽ നിന്ന് എക്സ്ക്യൂസുകൾ പറയാറുണ്ട്. എന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചോളും, നിങ്ങൾ പറയുന്നത് പോലെ ജീവിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. സ്നേഹിത, ഞാൻ ചോദിക്കട്ടെ, പാൽക്കുപ്പി എന്ന് വെളിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ലേബലുള്ള ഒരു കുപ്പിക്കകത്ത് വിഷമാണെങ്കിൽ എന്റെ വിശ്വാസം ഇത് പാലാന്ന് പറഞ്ഞ് എടുത്തു കുടിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമോ? എല്ലാ വിശ്വാസങ്ങളും നേരായ വിശ്വാസങ്ങളാകണമെന്നില്ല. നമ്മളെ ആപത്തിൽ കൊണ്ട് ചെന്നെത്തിക്കാൻ സാധ്യതയുണ്ട്. ചിലർ പറയും, എന്റെ സമയമായില്ല, അല്പം കൂടൊക്കെ ഞാൻ ഈ ഭൂമിയിൽ എൻജോയ് ചെയ്യട്ടെ, കുറച്ചു നാളൊക്കെ കഴിയട്ടെ, റിട്ടയർമെന്റ് ഒക്കെ ആകട്ടെ, എന്നിട്ടാകട്ടെ ഈ പരിപാടി. ദൈവവചനം ചോദിക്കുന്ന ചോദ്യം ലൂക്കോസ് 12:20, ഇന്ന് നിന്റെ ജീവൻ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ചിലർ പറയാറുണ്ട്, എല്ലാരെയും ഒക്കെ സ്നേഹിച്ച് നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തങ്ങ് പോയാ മതി, ദൈവം അതെല്ലാം കരുതിക്കോളും, അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും എടുത്തു ചേരേണ്ട ആവശ്യമില്ല, വെള്ളത്തിൽ മുങ്ങണ്ട എന്നൊക്കെ ചിലപ്പം ചിലർ പറഞ്ഞേക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മുമ്പാകെ മനുഷ്യന്റെ പുണ്യപ്രവൃത്തികളെല്ലാം ചേർത്താൽ ഒരു കറപുരണ്ട തുണി പോലെ മാത്രമാണ്. എന്താണ് ഈ പറയുന്നത്? നല്ല പ്രവൃത്തിക്ക് വിലയില്ലേ? വിലയുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി കുഷ്ഠരോഗിയായ ഒരാള് കുഷ്ഠം നിറഞ്ഞ കൈയോടെ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നാൽ ഭക്ഷിക്കുമോ? എത്ര വിശന്നിരുന്നാലും ഭക്ഷിക്കുമോ? ഇതാണ് ദൈവത്തിന്റെ മുമ്പാകെ മനുഷ്യൻ. പാവം നിറഞ്ഞ ദൈവത്തിൽ നകന്നുപോയ മനുഷ്യൻ എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും, കുഷ്ഠം
ഭാരമുള്ള കൈകൊണ്ട് പുണ്യപ്രവൃത്തി ചെയ്യുന്നതിന് തുല്യമാണ്. അത് ദൈവത്തിന് സ്വീകാര്യമല്ല. പക്ഷേ ഇന്ന് രാത്രി ഇവിടെ ഞാൻ വിളിച്ചു പറയട്ടെ, അങ്ങനെ ജീവിക്കുന്നതിന് പകരമായി ദൈവം തന്റെ പുത്രനായ സ്വപുത്രനായ യേശുക്രിസ്തുവിനെ മാനവരാശിയുടെ രക്ഷയ്ക്ക് പാപ പരിഹാരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്താണ ഭൂമിയിലേക്ക് അയച്ച് പലസ്തീന്റെ തെരുവീതികളിലൂടെ ചുറ്റി സഞ്ചരിച്ച താൻ മാത്രം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്നും രക്ഷയ്ക്കുള്ള ഏക മാർഗമെന്ന് തെളിയിച്ചുകൊണ്ട് താൻ സുവിശേഷം വിളിച്ചു പറയുവാനിടയായി. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് യേശു വിളിച്ചു പറഞ്ഞുവെങ്കിൽ അതുപോലെ പറയാൻ ധൈര്യമുള്ള ആരും ഇന്ന് ഇതുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ആ നിത്യജീവനിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഈ രാത്രിയിൽ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവം നൽകിയിട്ടുള്ളത് നിത്യതയെ നിറയ്ക്കുവാൻ ഈ ലോകത്തിലെ ഒരു കാര്യങ്ങൾക്കും സാധ്യമല്ല. It is a God created vacuum inside you. നിന്റെ ഉള്ളിലുള്ള ശൂന്യത നിറയ്ക്കാൻ ഈ ലോകത്തിന്റെ താൽക്കാലിക വഴികളിലോടല്ലേ ചിലര് ബിസിയായി വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് ആ തിരക്കിനിടയിൽ അതിനെ നിറയ്ക്കാൻ നോക്കും. എന്നാൽ ഞാൻ പറയട്ടെ, നടക്കില്ല സഹോദര. ചിലർ വളരെ നല്ലതായി പഠിച്ച് ഉദ്യോഗാർത്ഥികളൊക്കെയായി നല്ല ജോലിയൊക്കെ മേടിച്ച് പലപ്പോഴും അതിന്റെ വാക്യൂമിനെ നിറയ്ക്കുവാൻ, ശൂന്യത നിറയ്ക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. പണം കൊണ്ട് നിറയ്ക്കാൻ പരിശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, പണമുള്ള എത്രയോ പേർ ഒരു നൂലിന്റെ കയറിന്റെ അറ്റത്ത് അവരുടെ ജീവനെ അവസാനിപ്പിക്കുമ്പോൾ, വിദ്യാഭ്യാസമുള്ളവർ എല്ലാവരും ശ്രേഷ്ഠന്മാരെ കുടുംബത്തിൽ ധരിച്ചവർ അവരുടെ ജീവനെ പലരും അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അതിനാവശ്യമില്ല. നിന്റെ ഹൃദയത്തിലെ വേദന, നിന്റെ ശൂന്യത, നിന്റെ വേദന, നിന്റെ കണ്ണുനീർ ഒപ്പുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. അവന് നിന്റെ ജീവിതം സമർപ്പിക്കുമോ അവൻ നിനക്ക് രക്ഷയുടെ വഴി പറഞ്ഞു തരുവാനിടയാകും. ദൈവം നൽകിയ ശൂന്യതയെ മനുഷ്യപ്രവൃത്തികൾ കൊണ്ട് നിറയ്ക്കുവാൻ കഴിയുകയില്ല. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. സ്നേഹബന്ധങ്ങൾ കൊണ്ടോ മറ്റ് കൂട്ടുകെട്ടുകൾ കൊണ്ടോ കഴിയുകയില്ല. എന്തിനേറെ മദ്യമോ മയക്കുമരുന്നോ അതല്ലോ ഇതൊന്നും കൊണ്ട് കഴിയില്ല. അതെല്ലാം താൽക്കാലികമായി നിങ്ങളുടെ മോഹങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു ആശ്വാസമായി തീർന്നാൽ അതിന്റെ കിക്ക് മാറുമ്പോൾ വീണ്ടും ജീവിതം ശൂന്യതയുടെ വക്കിൽ ചെന്നെത്തി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, പുകച്ച് നിന്റെ ജീവിതം പുകച്ചു കളയല്ലേ. പകരം യേശുവിലേക്ക് വരുമോ, നിന്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കുമോ, ആ രക്ഷകൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കുവാൻ പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദര, പ്രിയ കുഞ്ഞ്, ഭവനത്തിൽ ഇരുന്ന് കേൾക്കുന്ന പ്രിയ സ്നേഹിത തയ്യാറാണെങ്കിൽ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഈ പറയുന്നത് സത്യമാണെങ്കിൽ യേശുവേ അങ്ങന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ, അങ്ങന്റെ രക്ഷിതാവായി തീരണം. എന്റെ പാപങ്ങൾ ഞാനിതാ ഏറ്റുപറഞ്ഞു, ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു. രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങയുടെ പൈതലാക്കി തീർക്കണമേ എന്നൊരു പ്രാർത്ഥന ഹൃദയത്തിൽ ചൊല്ലുമെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഈ യേശു ഇറങ്ങി വരികയാണ്. ആ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമോ? സോഷ്യൽ മീഡിയ കൊണ്ടോ അല്ലെങ്കിൽ മദ്യപാനം കൊണ്ടോ പുകവലി കൊണ്ടോ ഈ മറ്റ് ലഹരിക്കടിമയായതുകൊണ്ടോ നിങ്ങളുടെ ശൂന്യത മാറ്റാൻ കഴിയുകയില്ല. പകരം നിന്റെ ശൂന്യത മാറ്റണമെന്നുണ്ടെങ്കിൽ ആ നിത്യത വരെ നീളുന്ന ഒന്നുണ്ട്. അത് യേശുവിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിൽ വന്നാൽ അതുകൊണ്ട് നിനക്ക് നിത്യജീവൻ ഉണ്ടാകുവാനിടയാകും. അവനായി നിന്റെ ജീവിതം സമർപ്പിക്കുവാനിടയായി തീരുമോ? കർത്താവിന്റെ ദാസന്മാർ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുമോ? ഈ സത്യത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് ബഥേൽ അസംബ്ലി ഓഫ് ഗോഡ് സഭയിൽ കർത്താവിന്റെ ദാസൻ ബോണിപ്പാസ് സൂക്ഷിക്കുന്നുണ്ട്. അവിടെയുള്ള ദൈവജനം ഇവിടെയുണ്ട്. സ്തോത്രം. അവരുടെ അടുക്കലേക്ക് കടന്നില്ല. തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്രിസ്തീയ സത്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവരെ പങ്കുവെക്കുവാനിടയായി തീരും. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിച്ച് അഭിഷേകം നിറഞ്ഞൊരു ക്രിസ്തീയ ജീവിതത്തിനായി ഞങ്ങളിതാ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കോട്ടയം അസംബ്ലീസ് ബോർഡിന്റെ കോട്ടയം സെക്ഷനിലുള്ള എല്ലാ സഭകളുടെയും എല്ലാ ദൈവദാസന്മാരുടെയും എല്ലാ ദൈവമക്കളുടെയും എല്ലാവിധ പ്രത്യാശകളും സ്വന്തം സന്തോഷത്തോടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.